വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. റംകാസ്മന. ആരാന്ന്? റംകാസ്മന. നമസ്കാരം. ഈ കുട്ടി വേറെ ആളാണ് കേട്ടാ. ഞാൻ വിചാരിച്ചു വേറെ ഏതോ ഭാഷക്കാരിയാണെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാം ഇങ്ങനെ തിരിച്ചു പറയും. എല്ലാം തിരിച്ചു പറയും. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ തിരിച്ചു പറയും. അപ്പൊ എന്തൊക്കെയാണ് പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്നത്? ഇന്ന് തിരിച്ചെഴുതും, പിന്നെ തിരിച്ച് പാട്ടും ആണ്. പാട്ട് പാടും. അപ്പൊ നമുക്ക് പാട്ടിൽ തുടങ്ങിയാലോ? ഒരു പാട്ടിൽ. ഓക്കെ. ഇതൊരു പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് തിരിച്ചു പാടാൻ പറ്റുമോ? ഇല്ല, ഒരു പാട്ടിന്റെ രണ്ടുപേരി പാടുമ്പം ഞാനത് എന്റെ ഫ്രണ്ടിൽ എഴുതിയതുപോലെ വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പറയും. സംസാരിക്കുമ്പോ റിപ്ലൈസ് ഉടനടി തിരിച്ചു പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഈ കുട്ടിയുടെ കാര്യത്തില് പേരെന്താ മോളെ? ദീപ. ഈ സംഭവം ആ കുട്ടിയുടെ വീട്ടിലുള്ള ആളുകൾക്ക് അറിയാമെങ്കിൽ ഇപ്പൊ അവർക്ക് ഈ ഭാഷയിൽ സംസാരിക്കാം. പറ്റും. ശരിയാ. മനസ്സിലായി? അറിയോ വീട്ടില്? ഞാൻ ശരിക്കും ഞാനും എന്റെ ഏട്ടനും കൂടിയിട്ട് ഒരു കോൺവെർസേഷനിലൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമൊക്കെ നമ്മള് വീട്ടില് പൊതുവേ ഞാനും ഏട്ടനൊക്കെ ഒരു ഭക്ഷണപ്രിയരാണ്. അപ്പൊ ഫുഡിന്റെ കാര്യമാണ് നമ്മൾ പൊതുവേ ഇങ്ങനെ തിരിച്ചു പറയാ. അപ്പൊ ഇന്നെന്താ കറിയെന്ന് ചോദിക്കും ഏട്ടൻ. അപ്പൊ ഇന്നെന്താ റിക്കാന്ന് ചോദിക്കും. അപ്പൊ പരിപ്പ്, പിരിപ്പ, തക്കാളി, ഇളിക്കാത്ത, വെണ്ടയ്ക്ക, കണ്ടവേ, കടല, ലടക്കാങ്ങ, അനതഴുവ, വഴുതനിങ്ങ, ഉരുളക്കിഴങ്ങ്, ലരവും കിഴക്കി, അങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞിട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഏട്ടനും കൂടെ യൂസ് ചെയ്ത ഒരു കോഡ് ലാംഗ്വേജ് തന്നെയായിരുന്നു ശരിക്കും. അങ്ങനെ ആക്ച്വലി ഇത് കേൾക്കുമ്പോ നമുക്ക് വേറൊരു ഭാഷ കേൾക്കുന്ന പോലെ തന്നെ ശരിക്കും തെലുഗു, കന്നഡയൊക്കെ. ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മഹൽ ഭാഷയിൽ ആദ്യത്തെ ഒരു സിനിമ വന്ന, അപ്പൊ അതിനകത്ത് മഹൽ ഭാഷയിൽ ആദ്യമായിട്ടൊരു ആദ്യമായിട്ടൊരു പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതില് വേർഡ്സ് ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു. ബുണാഷേ ലോഭീവ മിതുരാ ഏകിയേകുഗാ നുഗാനി ഹേ എഹന്നുനി മിലോഭിവ ഉമർ റോയ് റോയ് യുവാനി ഹേ ബുണാഷേ ലോഭീവ മിതുരാ. ഇതായിരുന്നു അതിലെ ഭാഷ. അപ്പൊ ഈ കുട്ടി ഇത് തിരിച്ചൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഏതോ ഒരു ഭാഷ കേൾക്കും പോലെ ഫീൽ ചെയ്ത്. ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ ചെല്ലാറുണ്ടാ? സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ ചൊല്ലാറുണ്ട്. അപ്പൊ മിക്ക ക്ലാസ് ഒന്ന് പുറത്താക്കാറുണ്ട്. പദ്യം ചെല്ലും ഇങ്ങനെ. ഇനി എന്താ നെക്സ്റ്റ്? ഓക്കെ. അപ്പൊ ബോർഡും പെന്നും ഒക്കെ റെഡി. ആ കലാവിരുദ്ധം ഞങ്ങളൊന്ന് കാണട്ടെ. തീർച്ചയായിട്ടും. കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സ് എന്നുള്ളത് ഇംഗ്ലീഷില് റിവേഴ്സിൽ ഇത് മിറർ ഇമേജ് ആണോ? മിറർ ഇമേജ് ആണ്. ഓക്കെ. യെസ്. ഇനി മലയാളം. ഇനി ഇതിന്റെ മലയാളം. പൊളിച്ചേട്ടോ. ഇവിടെ പലരും രാവിലെ എഴുതിയതാണ്. ഒന്ന് എഴുതും. തലതിരിഞ്ഞ ആള് തലതിരിഞ്ഞ തന്നെ പേരും. രണ്ട് കൈ കൊണ്ട് എഴുതില്ലേ അല്ലേ? കണ്ടോ, അതിലും എഴുതും. ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടോ? ലെഫ്റ്റും എഴുതും, റൈറ്റും എഴുതും. ഓ ദൈവമേ, അങ്ങനെയുള്ള കഴിവ് എനിക്ക് കിട്ടിയെങ്കിൽ എന്തുമാത്രം ഇമ്പോസിഷൻ എഴുതായിരുന്നു. അപ്പോഴും ഇമ്പോസിഷൻ എഴുതാൻ കാര്യമുള്ളൂ. നേരെ ചെയ്യുമ്പോൾ പഠിക്കണ കാര്യം അപ്പോഴും ഇപ്പൊ ആക്ച്വലി രണ്ട് കൈ കൊണ്ടും എഴുതുമല്ലോ. അതും കൂടെ ഒരെണ്ണം എന്തെങ്കിലും. ഇവിടെ നേരെ നിന്ന് എഴുതാൻ നമ്മൾ ഇവിടുത്തെ പാടി നമുക്ക് തന്നെ അറിയാം. യെസ്. ഒരു പാട്ട് നാദൊക്കെ പാടിയിട്ട് തിരിച്ചു പാടാമോ? ഒരു രണ്ടുവരി പാടാം. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. മംപ്രണലേനെന്തായണേ പേ ദിയലെനിനെര കയ്യനിയാതിനേക്കാ. അത് കലക്കി. ഇനി നസീർക്ക ഒരു പാട്ട് പറയും, അല്ലെങ്കിൽ ഒരു ഡയലോഗ്, ഏതെങ്കിലും ഒരു ഡയലോഗ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയോ? മതി. സിനിമയിലൊരു ഡയലോഗ് നടണ്ടേ? ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. ലതായി റംപു ലാദിയ ഡീച്ച നീവേടാനണക്ക കെ ഫിസജോ. അത് മാത്രം എനിക്ക് മനസ്സിലായി. ജോസഫ്. ഞാൻ ഇത്
പണ്ട് നമ്മൾ നമ്മുടെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സാജൻ പള്ളുരുത്തി, സാജനാണ് ഇതിൻ്റെയൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഒരു മാസ്റ്റർ. ഈ സ്പീഡിൽ സംസാരിക്കുക, അതേപോലെ വാക്കുകൾ തലതിരിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാജൻ പണ്ട് പാടിയിട്ടുള്ള ഒരെണ്ണം 2 വരി എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലെ തലതിരിച്ച് പാടിയത്. ചൂടിത്തക്ക തുംകോ ചൂടിത്തക്ക ലലിയാക്കാരമ്മ കുളവി ചൂടിത്തക്ക. അത്രയും ദീപ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ സോ എന്റർടൈനിങ്. ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആയിരുന്നു ഇത്. ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ സൈഡിൽ നിന്ന്. യെസ് ദീപ, ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആണ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഇത്. ഞാനല്ല തരുന്നത്, നാദിക്ക തരും.